മനസ്സിൻ നീണമായി എൻ മനസ്സിൻ നീണമായി ആ അമ്മുക്കുട്ടി നീ നിലവിൻ താളമാ എൻ കനവിൻ രാഗമാ തിരും പുഞ്ചിരിയൻ നെഞ്ചിലലിഞ്ഞ പാലുരയൻ ചുണ്ടുകളിൽ പൂന്തേൻ കുഴമ്പായി നറു പൂന്തേൻ കുഴമ്പായി മൊഴിയഴകും മിഴിയഴകും എന്നിലലിഞ്ഞമ്മ രാരീരം മനസ്സിൻ നീണമായി എൻ മനസ്സിൻ നീണമായി അടുത്തിരുത്താൻ പൊന്മണി തളികകളിൽ പഴം നുറുക്കും പാലടയും ഇനിയും പങ്കിടാം ഞാൻ ഇനിയും പങ്കിടാം മൊഴിയഴകും മിഴിയഴകും എന്നിലലിഞ്ഞമ്മ താരാട്ടിൻ രാരീരം മനസ്സിൻ നീണമായി എൻ മനസ്സിൻ നീണമായി മാൻമിഴിയേ തേൻമൊഴിയേ മകളെ തളിരിതളേ അമ്മക്കുട്ടി അമ്മുക്കുട്ടി നീ നിലവിൻ താളമായി എൻ കനവിൻ രാഗമാ അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ് മറ്റെല്ലാം ചുമ്മാ. കീർത്തി സൂപ്പർ സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. കഴിഞ്ഞ 2 പെർഫോമൻസും നല്ല കമന്റ്സ്, നല്ല മാർക്കൊക്കെ ആയിരുന്നു. ഇത് നമുക്ക് ചോദിക്കാം. ഓക്കെ ശരത് സാർ. കീർത്തി എന്തോ സാർ ഉഗ്രൻ സെലക്ഷൻ കീർത്തി. അതിമനോഹരമായ ഒരു പാട്ട്. അത് പിന്നെ എല്ലാം നമ്മുടെ രവീന്ദ്ര സാർ ചെയ്ത എല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുക. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു കമ്പോസറാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹം നമ്മുടെ മലയാളികളുടെയും ഈ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ കുടികൊള്ളുന്നത് അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ സംഗീതം കൊണ്ടാണ് നമ്മുടെ മനസ്സുകളെ കീഴടക്കിയിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു വണ്ടർഫുൾ കമ്പോസർ. അപ്പം എനിക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പം മൊഴിയഴകും മിഴിയഴകും എന്നിലാണ് ഞമ്മ എങ്ങനെയാണ് പാടുന്നത് കീർത്തി? മൊഴിയഴകും മിഴിയഴകും മോളെ അത് ചെറിയ ഗാന്ധാരാണ്. ചിത്ര ചേച്ചി പാടിയേക്കുന്നത് എല്ലാം ചെറിയ ഗാന്ധാരാണ്. ഞാനത് ആലോചിച്ച് നീ ഇതിങ്ങനെ പാടുന്നത്. ദാസേട്ടനാണ് വലിയ ഗാന്ധാരം പാടിയേക്കുന്നത്.
ദീനനന ഈ വന്നേക്കുന്ന ദാസേൻ്റെ പോർഷനിലാണ്. അടുത്ത വട്ടം വരുമ്പോഴാണ് അത് വരുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെയാ പാടിയത്. അതെന്താണ് അങ്ങനെ പാടിയത്? വൈ ശ്രദ്ധിച്ചില്ല സർ. ശ്രദ്ധിക്കണോടാ. കാര്യം ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ കോമ്പറ്റീഷൻ തീരാറായി. അപ്പം അത് കാര്യം കീർത്തിയൊക്കെ നല്ല പാട്ടുകാരിയാണ്. നമുക്കൊക്കെ അത്രയും ഇഷ്ടമുള്ള പാട്ടുകാരിയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇല്ല പറയത്തില്ല. അപ്പം അത് രണ്ടും പാടണം. അപ്പം അതിനൊരു സുഖമുണ്ട്. ഒന്ന് ചെറിയ ഗാന്ധാരം വെച്ച് പാടാൻ പോകുന്നത്. മൊഴിയഴകും മിഴിയഴകും പിന്നെ വലിയ ഗാന്ധാരാടാ കിടക്കുന്നത്. അത് വലുതാണ്. ആ അങ്ങോട്ട് വാ. അതൊക്കെ നല്ലതായിരുന്നു. അതൊക്കെ നന്നായിരുന്നു. ഇത് ഈ ഗാന്ധാരം മാത്രം അതെന്താണ് അത് പാടാൻ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ പാടുകയായിരിക്കും. അത് നിർബന്ധമായിട്ട് അത് പാടിയിട്ടില്ല. ഇതൊരു ഗ്ലെയറിംഗ് ആയിട്ട് ഇത് തെറ്റൊന്നും ഒരിക്കലും തെറ്റല്ല. കാര്യം ആ പാട്ടിൽ തന്നെ ഉള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് അത് ഒരു തവണയെങ്കിലും പാടിയാൽ മതിയായിരുന്നു. കുറച്ച് ഞാൻ ഇച്ചിരി സന്തോഷമായ നായനെ രണ്ടിനും രണ്ട് വൈബല്ലേ. കാര്യം രവീന്ദ്രൻ മാസ്റ്റർ ആ കമ്പോസറിനെ എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഇതൊക്കെ കുറേ ശ്രദ്ധിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ പവനുതിരും ഒന്നും കൂടെ ഒന്ന് അങ്ങനെ ആക്കാതെ അത് ഒരു ഒഴുക്കിന് വരട്ടെ. ആ പവനുതിരും അതും ഒരു എടുത്ത് പവനുതിരും അങ്ങനെ കാണിക്കാതെ അത് അതിൻ്റെ ഒരു പാർട്ടായിട്ട് ജസ്റ്റ് ഒരു ഫെയ്ഡ് ഓഫ് അങ്ങനെ കറങ്ങുന്ന പോലെ അങ്ങ് വിടുക. അത് അത്രേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചുണ്ടുകളിൽ ഓക്കേടാ. അത് ബാക്കിയൊക്കെ ഓക്കെയാണ്. സൂപ്പറാണ്. പാടിയത് വളരെ മനോഹരമായിട്ടാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പഴം നുറുക്കുമ്പോൾ അത് കുറച്ച് വലിയ തോന്നി. അത് വല്ലാണ്ടങ്ങ് വലിച്ചോ? അവിടെ അക്ഷരം ക്ലിയർ ആവാത്തതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന് കൃത്യമായിട്ട് പഴം നുറുക്കും. പൊൻതടുക്കിൽ അടുത്തിരുത്താൻ പൊന്മണിത്തളികകളിൽ പഴം നുറുക്കും പാലടയും ഇനിയും പങ്കിടാം. സൂപ്പറാണ്. സൂപ്പർ വണ്ടർഫുൾ. അത്രേ ഉള്ളൂ കേട്ടോ. ഇതേ ഉള്ളൂ. ബാക്കിയൊക്കെ മനോഹരമായിട്ട് തന്നെ പാടി ഉഗ്രായിട്ട്. ഇതൊരു പ്രധാനമായിട്ടുള്ള ഒരു തുടക്കമല്ലേ. അതുകൊണ്ട് പറഞ്ഞതാ. നമുക്കത് സംശയമില്ലാതെ 2 ലൈൻ ഇത് പാടിയാൽ നിർത്താം. മൊഴിയഴകും മിഴിയഴകും അല്ലേ എന്ന് പറയുമ്പോ ഇല്ല ഗാന്ധാരം തേടി മറ്റേ പോസ്റ്റ്മാൻ പോകുന്നോണം പോകരുത്. അത് മനസ്സിലിരുന്നാ പോരെ. ആ സ്കെയില് ആ വ്യത്യാസം മനസ്സിലാക്കാതെ ഇപ്പൊ ഒന്ന് പാടാമോ? പഠിച്ചു പോയത്. അത് കുഴപ്പമില്ല. പോട്ടെ. തുടങ്ങി പെങ്കൊച്ചേ എടി അടി തരും കീർത്തി. ഇനി നീയായിട്ടുള്ള ബന്ധമേ ഇല്ല. കരച്ചിൽ നിർത്തിയാൽ നമ്മൾ. എടാ ഞാൻ എന്ത് പറഞ്ഞു ഇപ്പോ? കൊള്ളത്തില്ലെന്നാണ് പറഞ്ഞത്. എല്ലാം നന്നായിട്ട് പാടി ആ ഒരു സാധനം എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ലെന്നുള്ളതാ പറഞ്ഞത്. ഇങ്ങനെ കരയാനാകെ ഒന്നും പറയത്തില്ല ഞാൻ. അത് നിനക്ക് തന്നെയാണ് നഷ്ടം. അത്രേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും പോയി വലിയ കാന്താരും പാടിക്കൊണ്ടിരിക്കും കീർത്തി. ഇത് ഓൾറെഡി നിന്റെ അടുത്ത് ഇതേ ഒരു സിറ്റുവേഷൻ എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ളതാ. പിന്നെ അങ്ങനെ ആക്കല്ലേ. ഓക്കെ അത്രേ ഉള്ളൂ. താങ്ക് യു സർ. MG സർ ഇങ്ങനെ കീറാതെ അസലായിട്ട് പാടി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഈ ചെറിയ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ
അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ സർ. ദാറ്റ്സ് ഓൾ. അത് ഇപ്പം പാടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്ഷൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു അങ്കലാപ്പ് വരും. അതാണ് അണ്ണാച്ചി പറഞ്ഞത്. അത് നന്നായിട്ട് പാടിയാൽ അത് ഇറ്റ് വിൽ ബി എ ക്രെഡിറ്റ് ഫോർ യു കേട്ടോ. അല്ല പാടാൻ പറ്റാത്ത അത് കുഴപ്പമില്ല, അതൊന്നും സാരമില്ല. നമുക്ക് കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. നന്നായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 2-3 കറക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നിയ സ്ഥലം ഒന്ന് ഈ അകാരം പാടിയല്ലോ, അതിലെ ലാസ്റ്റ് ആ ഫ്രേസ് അതെനിക്കൊരു ചെറിയൊരു ഒരാട്ടം പോലെ തോന്നി. ലാസ്റ്റിലോട്ട് ചേർച്ച വന്നില്ല, അതുകൊണ്ടാണ് എനിക്കത് തോന്നിയത്. പിന്നെ പഴം നുറുക്കും പാലട, അത് പറഞ്ഞല്ലോ ശരത് സാറ് പറഞ്ഞു. കാരണം പഴം നുറുക്കും, അത് ആ പഴം നുറുക്കും എന്നൊക്കെ ഉള്ള നല്ല ക്ലാരിറ്റി വേണം പറയുന്നത്. പിന്നെ മൊഴിയഴകും മിഴിയഴകും എന്നിലെ മറ്റേ രീതിയിലാണ് പാടിയെങ്കിലും തെറ്റൊന്നുമില്ല. ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനായിരുന്നു. പല സ്ഥലങ്ങളിലും അസാധ്യ എക്സ്പ്രഷനായിരുന്നു. കാരണം അതിന് ആ ഫീൽ ഉൾക്കൊണ്ട് പാടി. പക്ഷെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നന്നായിരുന്നു. അപ്പം ബി കെയർഫുൾ. ദാറ്റ്സ് ഓൾ. ടോട്ടലി സോങ് വാസ് എക്സലന്റ്. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ്. ഷാനിക. ഹായ് കീത്രി. ഹായ് സർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് സർ. സന്തോഷം. സന്തോഷമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് കളിപ്പാട്ടം. ഓഫ് കോഴ്സ് കുറേ കോമഡി മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഡെപ്തുള്ള ഒരു സ്റ്റോറി ലൈൻ അതിൻ്റെ അണ്ടർലൈൻ ആയിട്ട് ഉണ്ട്. സാക്രിഫൈസ് ഉണ്ട്. ആക്ച്വലി സ്റ്റോറി ലൈൻ സിമ്പിളാണ്, ബട്ട് അത് പിക്ചറൈസ് ചെയ്തതും അതിൻ്റെ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് ഗ്രാസ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു സിനിമ. കീർത്തി നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് ഉള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് കീർത്തിയെ കാണാൻ പറ്റി. താങ്ക് യു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, കീർത്തിയുടെ സസ്റ്റെയിൻസ്, ഒരു ലൈൻ്റെ എൻഡിങ്സ് അതൊന്ന് സ്മൂത്തൻ ചെയ്യണം. ഓക്കെ സർ. ഇത് ചിലതൊക്കെ ഭയങ്കര അബ്രപ്റ്റായിട്ട് അങ്ങ് കട്ടാവുന്ന പോലെയാണ് എൻഡ് ചെയ്യുന്നത്. പിന്നെ മെയിൻ പ്രോബ്ലം വലിച്ചിൽ, പ്രത്യേകിച്ച് പാട്ടിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു വലിച്ചിൽ പോലെ കുറേ ഒന്നും താളത്തിലല്ല, എന്ന് വലിഞ്ഞ് 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 ആണ് പോയത്. പക്ഷെ എഗൈൻ ഒരു കീർത്തിയുടെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് കാണാൻ പറ്റിയതിൽ ഐ എം വെരി ഹാപ്പി, വെരി ഇംപ്രസ്ഡ്. നല്ലൊരു അറ്റംപ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ചേച്ചി. അമ്മക്കുട്ടി അമ്മുക്കുട്ടി അസലായി പാടി. താങ്ക് യു ചേച്ചി. ഒരു അമ്മുക്കുട്ടിയെ പോലെ പാടി. ചക്കരയായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് മോളെ എൻ്റെ ഫേവററ്റ് സോങ്സിലുള്ള ഒരു പാട്ടാണ്. ഇപ്പം ഷാൻ പറഞ്ഞ പോലെ കളിപ്പാട്ടം എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി ഇല്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അത്ര മനോഹരമായിട്ടുള്ള പാട്ട്, ഒന്നിനൊന്നും മെച്ചപ്പെട്ട പാട്ടുകൾ എല്ലാം ഒരുപാട് പാട്ടുണ്ട്. സാർ പാടിയതുണ്ട്. കളിപ്പാട്ടമായി കൺമണി നിന്റെ ഉള്ളിൽ കൊഞ്ചി 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 മനോവീണമീട്ടുന്നു ഞാൻ. കൊഞ്ചി കൊഞ്ചി സാർ പാടിയത് കുളിരെ പറന്നു. പിന്നെ ലാലേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മോഹൻലാൽ ഒരു പാട്ട്, മോഹനത്തിലൊരു പാട്ടുണ്ട് അല്ലേ സാർ? ഒരു പാട്ടുണ്ട്. ഇതിലുള്ള ഓരോ കഥാപാത്രവും ശരിക്കും നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മോൾ അതിൽ കൊണ്ടുവന്ന ഈ സെലക്ട് ചെയ്ത പാട്ടിന് ഒരു വലിയൊരു കയ്യടി. എൻ്റെ ഇതിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ആ റോൾ, ആ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു റോള് വല്ലാത്തൊരു നമുക്ക് മനസ്സിൽ തട്ടുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. ഈ പാട്ട് സെലക്ഷന് 100 മാർക്ക്. സതീഷ് സാറാണ് സെലക്ട് ചെയ്തത്. 100 മാർക്ക്. അതുപോലെ മോള് പാടിയത് നല്ല ഫീൽ ഉണ്ടായിരുന്നു. സുഖമായിട്ട് പാടി. കാരണം മോള് ഇതിന് മുന്നേ ഉള്ള സാർ ഭയങ്കര ടെൻഷൻ പാർട്ടിയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇപ്രാവശ്യത്തെ മോളുടെ പെർഫോമൻസസിൽ എല്ലാം തന്നെ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ലെവൽ വന്നിട്ടുണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്.
എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ കീർത്തൻ നല്ല സ്മൂത്തായിട്ട് പാടിപ്പോയി. പിന്നെ ഈ പറഞ്ഞ ശരത് സാർ പറഞ്ഞ ആ നോട്ട്, അത് നമ്മുടെ മനസ്സിലൊക്കെ ദാസങ്കൾ പാടിയ ആ ഒരു സംഭവമാണ് ഇരിക്കുന്നത്. അതെന്താ അങ്ങനെ രജിസ്റ്റർ ആയതെന്ന് അറിയില്ല, നമ്മുടെ മനസ്സിലൊക്കെ അതാണ്, ആ നോട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു ചേഞ്ച് ഉള്ളത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതല്ലാതെ ഈ പാട്ട് മനോഹരമായിട്ട് പാടി. മോളുടെ ആ വോയിസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇനിയും പാടുക, നല്ലോണം കോൺഫിഡൻസ് വരട്ടെ. ഓക്കെ, ഓർക്കസ്ട്ര പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ഓർക്കസ്ട്ര, സൂപ്പർ ആയിരുന്നു. ലവ് യു ഓൾ. മോളെ സൂപ്പർ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വയ്ക്കാം. MG സർ 9.4. താങ്ക് യു സർ. ശരത് സർ 9.2. താങ്ക് യു സർ. താങ്ക് യു സർ. കീർത്തി താങ്ക് യു ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 18.6. സൂപ്പർ, വെരി ഗുഡ്. Super star!